ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ കാണുന്നത് കടുക് കൃഷിയാണ്. അതായത് പക്ഷേ ഇത് നമ്മുടെ ക്രൊയേഷ്യയിൽ കൂടുതൽ ആൾക്കാരും കൃഷി ചെയ്യുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലാണ്. അപ്പോൾ ഇതിങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്തൊന്നും പരന്ന് കിടക്കുകയൊന്നുമില്ല. സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലത്ത് അവർക്കുള്ള പരിമിതമായ സ്ഥലത്ത് അവർ കൃഷി ചെയ്യും. നല്ല ഭംഗിയല്ലേ ഉള്ളത് കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ചോളം കൃഷിയാണ്. ചോളം കൃഷി എന്ന് പറയുന്നത് കരിഞ്ഞുണങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം അത് വിളവെടുക്കാറായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചക്കുള്ളിൽ അവർ മെഷീനൊക്കെ ആയിട്ട് വന്നിട്ട് അത് വിളവെടുത്ത് കൊണ്ടുപോകും. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നല്ല രസമാണ് കാണാനായിട്ട്. ആ വീഡിയോ 2-3 ആഴ്ചക്കുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇതും എല്ലാം സ്വകാര്യ ഉടമസ്ഥതയിലുള്ളത് തന്നെയാണ്. ഇവിടുത്തെ കൃഷിയെക്കുറിച്ച് പറയാനാണെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം GDPയുടെ ഏകദേശം 10% താഴെയാണ് ഇവിടുത്തെ കൃഷി. ഇവിടെ മിക്കവാറും ഇവർ കൃഷി ചെയ്യുന്നത് കയറ്റുമതിക്ക് തന്നെയാണ്. അതായത് ഇവരുടെ അയൽ രാജ്യങ്ങളായ ഇറ്റലി, ബോസ്നിയ, സ്ലൊവാനിയ, സെർബിയ ഇങ്ങനെ ഇവിടങ്ങളിലൊക്കെയാണ് ഇവർ കൃഷി കയറ്റുമതി ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ക്രൊയേഷ്യയിലെ ഡോൺജ് ഗ്രാഡ്ജിലെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ ഹൊഡോസാൻ ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിനെ കുറിച്ച് പറയാനാണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ലൈഫ്, ഇവിടുത്തെ ആളുകൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ്, ഇവരുടെ ഫെസ്റ്റിവൽസ് എല്ലാം നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് ഓരോന്നിനെക്കുറിച്ചും ഞാൻ ഓരോ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വരാനിരിക്കുന്നവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ക്രൊയേഷ്യ സ്വപ്നം കാണുന്നവർക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രി സ്വപ്നം കാണുന്നവർക്ക് ഞാൻ ഇനി വരും വീഡിയോസ് ഞാൻ എങ്ങനെയാണ് വന്നതെന്നും, എങ്ങനെയാണ് ഞാൻ ഇവിടത്തേക്കുള്ള വിസ ഒപ്പിച്ചതെന്നും, എങ്ങനെയാണ് ഞാനിവിടെ ജോലിയില്ലാതെ കഴിച്ചു കൂട്ടിയതെന്നും, എങ്ങനെയാണ് ഞാൻ ജോലി ഒപ്പിച്ചതെന്നും എല്ലാം ഞാൻ ഇനി വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മലയാളികൾ വളരെ കുറവാണ്. എല്ലാം എനിക്കറിയാത്ത ഭാഷകളാണ് ഇവിടെ ഉള്ളത് മൊത്തം. എങ്ങനെയാണ് ഞാൻ ഇവിടെ സർവ്വവേദിച്ച് പോകുന്നതെന്നുള്ളതെല്ലാം ഞാൻ വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ. ഫുൾ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം.